ഡെമോഗ്രാഫിക് ട്രെൻഡ്സ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ജനസംഖ്യാ പ്രവണതകളെ കുറിച്ചാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത്. ലോക ജനസംഖ്യയിൽ ഇന്ത്യ ഒന്നാം സ്ഥാനത്തെത്തിയിരിക്കുകയാണ്. ചൈനയെ മറികടന്നുകൊണ്ട് ഇന്ത്യ ലോക ജനസംഖ്യയിൽ ഒന്നാം സ്ഥാനത്തെത്തിയിരിക്കുകയാണ്. ഒന്നാമത് ഇന്ത്യ, രണ്ടാം സ്ഥാനം ചൈന, മൂന്നാം സ്ഥാനം അമേരിക്ക, നാലാം സ്ഥാനം ഇന്തോനേഷ്യ എന്നിങ്ങനെയാണുള്ളത്. അപ്പൊ ജനസംഖ്യ വർദ്ധിക്കുമ്പോൾ എന്തെല്ലാം പ്രശ്നങ്ങളാണ് നമ്മൾ നേരിടുന്നത് എന്നാണ് മനസ്സിലാക്കുക. തുടക്കം തന്നെ വാട്ട് പ്രോബ്ലം എറൈസ് വെൻ ദ പോപ്പുലേഷൻ ഇൻക്രീസസ്. ഒന്ന്, പോവർട്ടി, ദാരിദ്ര്യം ഉണ്ടാവും. അൺഎംപ്ലോയ്മെന്റ്, തൊഴിലില്ലായ്മ. സ്റ്റാർവേഷൻ, പട്ടിണി. അതുപോലെ എൻവയോൺമെന്റ് പൊല്യൂഷൻ അഥവാ പരിസ്ഥിതി മലിനീകരണം. അപ്പൊ എന്തെല്ലാം പ്രശ്നങ്ങളാണ് നമ്മൾ നേരിടേണ്ടി വരിക? പോവർട്ടി, ദാരിദ്ര്യം, അൺഎംപ്ലോയ്മെന്റ്, സ്റ്റാർവേഷൻ, എൻവയോൺമെന്റ് പൊല്യൂഷൻ. ഇനി എന്താണ് പോപ്പുലേഷൻ അഥവാ ജനസംഖ്യ എന്നാണ്? പോപ്പുലേഷൻ ഇസ് ദ ടോട്ടൽ നമ്പർ ഓഫ് പീപ്പിൾ റിസൈഡിങ് ഇൻ ആൻ ഏരിയ ഡ്യൂറിംഗ് എ ഗിവൺ പീരീഡ് ഓഫ് ടൈം. ഒരു നിശ്ചിത കാലയളവിനുള്ളിൽ ഒരു നിശ്ചിത ഭൂപ്രദേശത്ത് സ്ഥിരവാസം ഉറപ്പിച്ച ജനങ്ങളുടെ എണ്ണത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പോപ്പുലേഷൻ എന്ന് പറയുന്നത്. പോപ്പുലേഷൻ ഇസ് ദ ടോട്ടൽ നമ്പർ ഓഫ് പീപ്പിൾ റിസൈഡിങ് ഇൻ ആൻ ഏരിയ ഡ്യൂറിംഗ് എ ഗിവൺ പീരീഡ് ഓഫ് ടൈം. അല്ലെങ്കിൽ ഒരു നിശ്ചിത കാലയളവ്. നിശ്ചിത കാലം എന്ന് വെച്ചാൽ ഒരു വർഷം ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു പ്രത്യേക പ്രദേശത്ത് ഒരു വർഷ കാലയളവിനുള്ളിൽ സ്ഥിരവാസം ഉറപ്പിച്ച ജനങ്ങളുടെ എണ്ണത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുക? പോപ്പുലേഷൻ എന്ന് പറയുക. പോപ്പുലേഷൻ ഇസ് ദ ടോട്ടൽ നമ്പർ ഓഫ് പീപ്പിൾ റിസൈഡിങ് ഇൻ ആൻ ഏരിയ ഡ്യൂറിംഗ് എ ഗിവൺ പീരീഡ് ഓഫ് ടൈം. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, അക്കോർഡിംഗ് ടു ദ യുണൈറ്റഡ് നേഷൻസ് പോപ്പുലേഷൻ ഫണ്ട്, ഒരു സംഘടനയാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ, യുണൈറ്റഡ് നേഷൻ ഓർഗനൈസേഷന്റെ ഒരു പോഷക സംഘടനയാണ് യുണൈറ്റഡ് നേഷൻ പോപ്പുലേഷൻ ഫണ്ട്. അപ്പൊ അവരുടെ റിപ്പോർട്ട് പ്രകാരം 2023 അവരുടെ റിപ്പോർട്ട് പ്രകാരം വേൾഡ് പോപ്പുലേഷൻ എന്ന് പറയുന്നത് 804.5 crore ആണ്. 804.5 കോടിയാണ് ലോക ജനസംഖ്യ എന്ന് പറയുന്നത്. അത് ഇന്ത്യസ് പോപ്പുലേഷൻ ഈസ് 142.886 crore ആണ്. 142 കോടിയാണ്. അപ്പൊ ഇത് ഓർത്തിരിക്കുക, 804 ലോക ജനസംഖ്യ, 142 കോടി എവിടെ? ഇന്ത്യയില്. ഇന്ത്യയിലെ ജനസംഖ്യ 142 കോടിയും ലോക ജനസംഖ്യ 804. ഓർത്തിരിക്കണം, 142ഉം 804. ആരുടെ കണക്ക് പ്രകാരമാണ്? യുണൈറ്റഡ് നേഷൻ പോപ്പുലേഷൻ ഫണ്ടിന്റെ കണക്ക് പ്രകാരം, 2023 കണക്ക് പ്രകാരമാണ്. ഇനി വാട്ട് ഫാക്ടേഴ്സ് ഡിറ്റർമിൻ സോഷ്യൽ ഡെവലപ്മെന്റ് ഇൻഡെക്സ് ഓഫ് എ റീജൻ ഓർ എ കൺട്രി. അപ്പോൾ ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക വികസന സൂചിക, അല്ലെങ്കിൽ ഒരു രാജ്യത്തിന്റെ അല്ലെങ്കിൽ ഒരു പ്രദേശത്തിന്റെ സാമ്പത്തിക അല്ലെങ്കിൽ എന്താണ് സാമൂഹിക വികസന, സാമ്പത്തിക അല്ല സാമൂഹിക വികസന സൂചിക നിർണ്ണയിക്കുന്നതിലെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്തെല്ലാം, അല്ലെങ്കിൽ വാട്ട് ആർ ദ ഏരിയാസ് ഓഫ് സ്റ്റഡി ഇൻ ഡെമോഗ്രഫി. ഇപ്പൊ ജനസംഖ്യാ ശാസ്ത്രത്തിന്റെ പ്രധാനപ്പെട്ട മേഖലകൾ ഏതെല്ലാം? ഈ ക്വസ്റ്റ്യൻ ആൻസർ ഏതൊക്കെയാണ്? ഒന്ന്, ബർത്ത് റേറ്റ്. 2, ഡെത്ത് റേറ്റ്. 3, ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്. അടുത്ത, ഏജ് സ്ട്രക്ചർ. The social development index of a country or region is determined by its population of data. എന്തൊക്കെയാണ്? ബർത്ത് റേറ്റ്, ഡെത്ത് റേറ്റ്, ജനനനിരക്ക്, മരണനിരക്ക്, ശൈശവ മരണനിരക്ക്. ഒന്നും കൂടിയുണ്ട്, ഏജ് സ്ട്രക്ചർ, പ്രായഘടന. ഇവയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മളൊരു രാജ്യത്തിന്റെ അല്ലെങ്കിൽ ഒരു ഭൂപ്രദേശത്തിന്റെ സാമൂഹിക വികസന സൂചിക നിർണ്ണയിക്കുന്നത്. The social development index of a country or region is determined by its population data. എന്തൊക്കെയാണ്? ബർത്ത് റേറ്റ്, ഡെത്ത് റേറ്റ്, ഇൻഫന്റ് മോർട്ടാലിറ്റി. ഇൻഫന്റ് എന്ന് വെച്ചാൽ ശൈശവ മരണ നിരക്ക്, ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്. ഒന്നുകൂടി ഉണ്ട്, ഏജ് സ്ട്രക്ചർ. ഇനി അടുത്ത ഭാഗത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, വാട്ട് ഈസ് ഡെമോഗ്രഫി? എന്താണ് ജനസംഖ്യാ ശാസ്ത്രം എന്നത്? എക്സ്പ്ലെയിൻ. ഡെമോഗ്രഫി ഈസ് ദ ബ്രാഞ്ച് ഓഫ് സയൻസ് ദാറ്റ് ഡീൽസ് വിത്ത് ദ പോപ്പുലേഷൻ സ്ട്രക്ചർ. ജനസംഖ്യാ ഘടനയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു ശാസ്ത്ര ശാഖയാണെന്ന് അറിയപ്പെടുന്നത് ഡെമോഗ്രഫി. അത്ര എഴുതുന്നതിന് ആൻസറായി മാറി. ഡെമോഗ്രഫി ഈസ് ദ ബ്രാഞ്ച് ഓഫ് സയൻസ് ദാറ്റ് ഡീൽസ് വിത്ത് പോപ്പുലേഷൻ സ്ട്രക്ചർ സച്ചസ്. അതിനകത്ത് എന്തൊക്കെയാണെന്ന് വിശദീകരിച്ച് പറയുകയാണ്. എന്തൊക്കെയാണ്? ജനനനിരക്ക്, മരണനിരക്ക്, മൈഗ്രേഷൻ, പോപ്പുലേഷൻ ഡെൻസിറ്റി. എന്തൊക്കെയാണ്? ബർത്ത് റേറ്റ്, ജനനനിരക്കിനെ കുറിച്ചും മരണനിരക്കിനെ കുറിച്ചും, കൂടാതെ പലായനത്തെ കുറിച്ചും, ഒരു സ്ഥലത്ത് മറ്റൊരു സ്ഥലത്തേക്ക് താമസം മാറുന്നത് അതിനെക്കുറിച്ചും, ജനസാന്ദ്രതയെക്കുറിച്ചും. ഒരു ജനസാന്ദ്രത എന്ന് വെച്ചാൽ ഒരു ചതുരശ്ര കിലോമീറ്ററിൽ എത്ര പേര് താമസിക്കുന്നു എന്നുള്ളതാണ് പോപ്പുലേഷൻ ഡെൻസിറ്റി എന്ന് പറയുന്നത്. അത് നമുക്ക് പിന്നീട് വിശദീകരിച്ച് പഠിക്കാം. ഇപ്പോ എന്താണ് ജനസംഖ്യ എന്ന് പറയുന്നത്? ജനസംഖ്യാ ശാസ്ത്രം. ജനസംഖ്യ നമ്മൾ നേരത്തെ പഠിച്ചു. ജനസംഖ്യാ ശാസ്ത്രം എന്താണെന്ന് പറയുകയാണ്. ഡെമോഗ്രഫി ഈസ് ദ ബ്രാഞ്ച് ഓഫ് സയൻസ് ദാറ്റ് ഡീൽസ് വിത്ത് പോപ്പുലേഷൻ സ്ട്രക്ചർ സച്ചസ്. ഏതൊക്കെയാണ്? ബർത്ത് റേറ്റ്, ഡെത്ത് റേറ്റ്, മൈഗ്രേഷൻ ആൻഡ് പോപ്പുലേഷൻ ഡെൻസിറ്റി.
അപ്പോൾ ഒരു ജനസംഖ്യാ ശാസ്ത്രം എന്ന് പറയുന്നത് സയൻസിന്റെ ഒരു ഭാഗമാണ്. അത് എന്തിനെ കുറിച്ചാണ്? പോപ്പുലേഷൻ സ്ട്രക്ചറിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. അതിനകത്ത് സച്ചസ് ബർത്ത് റേറ്റ്, ഡെത്ത് റേറ്റ്, മൈഗ്രേഷൻ, പോപ്പുലേഷൻ ഡെൻസിറ്റി എന്നിവയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു ശാസ്ത്ര ശാഖയാണെന്ത്? ഡെമോഗ്രഫി എന്ന് പറയുന്നത്. ജനനിരക്ക് അല്ലെങ്കിൽ ജനന മരണ നിരക്കുകൾ, കുടിയേറ്റം അല്ലെങ്കിൽ പലായനം, ജനസാന്ദ്രത തുടങ്ങിയ ജനസംഖ്യാ ഘടനയെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്ര ശാഖയാണെന്ന് അറിയപ്പെടുന്നത് ജനസംഖ്യാ ശാസ്ത്രം അഥവാ ഡെമോഗ്രഫി എന്നറിയപ്പെടുന്നത്. ഇനി അത് നമ്മൾ വിശദീകരിക്കുകയാണ്. ഡെമോഗ്രഫി അനലൈസസ് ദ ഡൈവേഴ്സ് ഹ്യൂമൻ റിസോഴ്സസ് ഓഫ് ആൻ ഏരിയ. ഈ ഡെമോഗ്രഫി എന്ത് വിശകലനം ചെയ്യുന്നു? ജനസംഖ്യാ ശാസ്ത്രം എന്താണ് വിശകലനം ചെയ്യുന്നത്? ഡൈവേഴ്സ് ഹ്യൂമൻ റിസോഴ്സസ് ഓഫ് ആൻ ഏരിയ. ഒരു പ്രദേശത്തിലെ വ്യത്യസ്ത ഹ്യൂമൻ റിസോഴ്സ്, മനുഷ്യ വിഭവശേഷിയെ കുറിച്ചാണ്, വ്യത്യസ്തങ്ങളായിട്ടുള്ള വൈവിധ്യങ്ങളായിട്ടുള്ള മനുഷ്യ വിഭവശേഷിയെ കുറിച്ച് വിശകലനം ചെയ്യുന്നു. ഡെമോഗ്രഫി അനലൈസസ് ദ ഡൈവേഴ്സ് ഹ്യൂമൻ റിസോഴ്സ്. എന്താണ് ഈ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത്? അപ്പൊ എക്സ്പീരിയൻസിലൂടെയും അല്ലെങ്കിൽ സ്കില്ലിലൂടെയൊക്കെ അവര് ഒരു ജോലി സ്വീകരിക്കുകയും ആ ജോലി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സമൂഹത്തിന് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു വിഭാഗത്തെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത്. എന്ന് പറയുമ്പോൾ ഡോക്ടർമാര്, എഞ്ചിനീയർമാര്, വക്കീൽമാര്, അങ്ങനെ സമൂഹത്തിന് എന്തെങ്കിലും സാമ്പത്തികമായിട്ട് സംഭാവന ചെയ്യുന്ന നമ്മൾ ആൾക്കാരെയൊക്കെ നമ്മൾ എന്ത് വിളിക്കും? ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയും. അപ്പൊ എങ്ങനെയാണ്? ഡെമോഗ്രഫി അനലൈസസ് ഡൈവേഴ്സ് ഹ്യൂമൻ റിസോഴ്സ് ഓഫ് ആൻ ഏരിയ. ഒരു പ്രദേശത്തിലെ വ്യത്യസ്ത വൈവിധ്യങ്ങളായിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സിനെ കുറിച്ച് അനലൈസ് ചെയ്യുകയും ആൻഡ് സ്ട്രക്ചറൽ ചേഞ്ചസ്, അതിന്റെ ഘടനാപരമായ മാറ്റങ്ങളെ കുറിച്ച് വിശകലനം ചെയ്യുകയും ചെയ്യുന്നു. ആ സ്ട്രക്ചറൽ ചേഞ്ചസ് കിട്ടിയാലും കുഴപ്പമില്ല. ഡെമോഗ്രഫി അനലൈസസ് ഡൈവേഴ്സ് ഹ്യൂമൻ റിസോഴ്സസ് ആൻഡ് എന്തിനെ കുറിച്ചാണ്? ഡൈവേഴ്സ് ഹ്യൂമൻ റിസോഴ്സ് ഓഫ് ആൻ ഏരിയ ആൻഡ് സ്റ്റഡി ഹൗ ദീസ് ഹ്യൂമൻ റിസോഴ്സ് ക്യാൻ ബി യൂട്ടിലൈസ്ഡ് ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് എ സൊസൈറ്റി. ഈ ഹ്യൂമൻ റിസോഴ്സസ് എങ്ങനെയാണ് സമൂഹത്തിന് ഗുണകരമായ രീതിയിൽ ഉപയോഗപ്പെടുത്താം, അല്ലെങ്കിൽ സമൂഹത്തിന്റെ വികസനത്തിന് വേണ്ടി എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നും കൂടെ എന്തിലൂടെ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും? ഡെമോഗ്രഫിയിലൂടെ. ഡെമോഗ്രഫി അനലൈസസ് ഡൈവേഴ്സ് ഹ്യൂമൻ റിസോഴ്സ് ഓഫ് ആൻ ഏരിയ ആൻഡ് സ്റ്റഡിങ് ഹൗ ദീസ് ഹ്യൂമൻ റിസോഴ്സ് ക്യാൻ ബി യൂട്ടിലൈസ്ഡ് ഫോർ എന്തിനു വേണ്ടിയിട്ടാണ്? ഡെവലപ്മെന്റ് ഓഫ് സൊസൈറ്റി. ഈ ഡോക്ടർമാരെ, എഞ്ചിനീയർമാരെ, അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് സമൂഹത്തിന്റെ വികസനത്തിന് എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നതും കൂടി ഇതിനെ കൂടെ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും ഡെമോഗ്രഫിയിലൂടെ. അതും എന്തിലൂടെ പഠിക്കുന്നുണ്ട്? ഈ ഡെമോഗ്രഫിയിലൂടെ. അപ്പൊ ഡെമോഗ്രഫി എന്താണെന്ന് അതിന്റെ വിശദീകരണം എന്താണെന്ന് മനസ്സിലാക്കുന്നത്. ഡെമോഗ്രഫി ഇസ് ദ ബ്രാഞ്ച് ഓഫ് സയൻസ് ദാറ്റ് ഡീൽസ് വിത്ത് പോപ്പുലേഷൻ സച്ചസ് ഏതൊക്കെയാണ്? ബർത്ത്, ഡെത്ത് റേറ്റ്, മൈഗ്രേഷൻ, പോപ്പുലേഷൻ ഡെൻസിറ്റി. ഡെമോഗ്രഫി അനലൈസ് ഡൈവേഴ്സ് ഹ്യൂമൻ റിസോഴ്സ് ഓഫ് ആൻ ഏരിയ ആൻഡ് സ്റ്റഡിങ് ഹൗ ദീസ് ഹ്യൂമൻ റിസോഴ്സസ് ക്യാൻ ബി യൂട്ടിലൈസ്ഡ് ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് എ സൊസൈറ്റി. സമൂഹത്തിന്റെ വികസനത്തിന് വേണ്ടിയിട്ട് ഈ ഹ്യൂമൻ റിസോഴ്സ് എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്ന് കൂടി ഇത് പഠിക്കുന്നുണ്ട്. ഏത്? ഡെമോഗ്രഫി. ഇനി ഏത് ഭാഷയിൽ നിന്നാണ് ഈ ഡെമോഗ്രഫി എന്ന പദരൂപം കൊണ്ടുള്ളത്? ഗ്രീക്ക് വാക്കിൽ നിന്നാണ്. ഗ്രീക്ക് വേർഡ് ഡെമോസ് എന്ന വാക്കിൽ നിന്നാണ്. ഡെമോസ് എന്ന വാക്കിനർത്ഥം പീപ്പിൾ എന്നും ഗ്രാഫിൻ എന്ന വാക്കിനർത്ഥം ഡിഫൈൻ. വൺ വേർഡ് ചോദിക്കാൻ കൊള്ളാം. ഗ്രീക്ക് വേർഡായിട്ടുള്ള ഡെമോസ് എന്നും ഗ്രാഫൈൻ എന്ന വാക്കിൽ നിന്നാണ് എന്ത് രൂപം കൊണ്ടുള്ളത്? ഡെമോഗ്രഫി എന്ന വാക്ക്. ഗ്രീക്ക് വാക്കുകൾ ഡെമോസ് ആൻഡ് ഗ്രാഫൈൻ. ഗ്രാഫിൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താ? ഡിഫൈൻ എന്നുള്ളതാണ് അർത്ഥം, അല്ലെങ്കിൽ വിശദീകരിക്കുക എന്നുള്ളതാണ് അർത്ഥമാക്കുന്നത്. ഇതിന്റെ പൂർണ്ണമായിട്ട് ഇറ്റ് റെഫേഴ്സ് ടു ദ ഡിസ്ക്രിപ്ഷൻസ് ഓഫ് ദ പീപ്പിൾ. ഇതിന്റെ അർത്ഥം ജനങ്ങളെ കുറിച്ചുള്ള വിവരണത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഈ ഡെമോഗ്രാഫി എന്ന് പറയുന്നത്. ജനങ്ങളെ കുറിച്ചുള്ള വിവരണത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡെമോഗ്രാഫി എന്ന് അറിയപ്പെടുന്നത്. വൺ വേർഡ് ചോദിക്കാം കൊള്ളാം. ഡിസ്ക്രിപ്ഷൻസ് ഓഫ് ദ പീപ്പിൾ. ഗ്രീക്ക് വേർഡ് ഡെമോസ് ആൻഡ് ഗ്രാഫിൻ. അതിന്റെ പൂർണ്ണമായ അർത്ഥം എന്താ? ഡിസ്ക്രിപ്ഷൻസ് ഓഫ് ദ പീപ്പിൾ, ജനങ്ങളെ കുറിച്ചുള്ള വിവരണമാണ്. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഓഫ് അഫക്റ്റിംഗ് സൈസ് ഓഫ് പോപ്പുലേഷൻ? ജനസംഖ്യ വലിപ്പത്തെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഏതെല്ലാം? ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് പോപ്പുലേഷൻ സൈസ് ആർ ബർത്ത് റേറ്റ്, ഡെത്ത് റേറ്റ്, മൈഗ്രേഷൻ. ഇതൊക്കെയാണ് ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് പോപ്പുലേഷൻ സൈസ്. ജനസംഖ്യയുടെ വലിപ്പത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? ബർത്ത്, ജനനം, മരണം. അടുത്ത ഒന്നും കൂടിയുണ്ട് മൈഗ്രേഷൻ. മൈഗ്രേഷൻ മീൻസ് പലായനം, ഒരു പ്രദേശത്ത് നിന്നും മറ്റൊരു പ്രദേശത്തിലേക്ക് കുടിയേറി പാർക്കൽ. ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് പോപ്പുലേഷൻ സൈസ്, ജനസംഖ്യ വലിപ്പത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? ബർത്ത്, ഡെത്ത്, മൈഗ്രേഷൻ എക്സെട്ര. ദ സ്ട്രക്ചർ ആൻഡ് കോമ്പോസിഷൻ ഓഫ്, രണ്ട് കാര്യങ്ങൾ. സ്ട്രക്ചർ മീൻസ് ഘടന, കോമ്പോസിഷൻ മീൻസ് അതിന്റെ ക്രമീകരണം. ദ സ്ട്രക്ചർ ആൻഡ് കോമ്പോസിഷൻ ഓഫ് പോപ്പുലേഷൻ, ജനസംഖ്യയുടെ ഘടനയും അതിന്റെ ക്രമീകരണവും. ഓഫ് ആൻ ഏരിയ, ഒരു പ്രദേശത്തിലെ ജനസംഖ്യയുടെ ഘടനയും അതിന്റെ ക്രമീകരണവും. ടേക്കൺ ഇൻ ടു കൺസിഡറേഷൻ ഓൺ അക്കൗണ്ട് ഓഫ് ഏജ് സ്ട്രക്ചർ, എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്? പ്രായഘടനയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. രണ്ട്, അതുകൂടാതെ മെയിൽ ഫീമെയിൽ റേഷ്യോ, സ്ത്രീ പുരുഷ അനുപാതത്തെ അടിസ്ഥാനപ്പെടുത്തിയും കൂടാതെ ഡിപ്പെൻഡന്റ് റേഷ്യോ, ആശ്രയിത്വ നിരക്ക് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. അപ്പൊ സ്ട്രക്ചർ ആൻഡ് കോമ്പോസിഷൻ ഓഫ് ദ പോപ്പുലേഷൻ ഓഫ് ആൻ ഏരിയ
ടേക്കൺ ഇൻ ടു കൺസിഡറേഷൻ ഓൺ അക്കൗണ്ട് ഓഫ് എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്? ഏജ് സ്ട്രക്ചർ, പ്രായഘടന, കൂടാതെ മെയിൽ ഫീമെയിൽ റേഷ്യോ, സ്ത്രീ പുരുഷ അനുപാതം, ഡിപ്പെൻഡന്റ് റേഷ്യോ എന്ന് പറയുന്നത് വയസ്സായിട്ടുള്ള വൃദ്ധരായിട്ടുള്ള ആൾക്കാര്, യങ് ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ ആശ്രയിക്കും. ചെറിയ കുട്ടികളും ആരെ ആശ്രയിക്കും? യങ് ആയിട്ടുള്ള ആൾക്കാരെ ആശ്രയിക്കും, അല്ലെ? അപ്പോൾ ഇതിന്റെയൊക്കെ ആ നിരക്കിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഒരു പ്രദേശത്തിലെ എന്തെടുക്കുന്നത്? സ്ട്രക്ചറും, ഒരു പ്രദേശത്തിലെ ജനങ്ങളുടെ സ്ട്രക്ചറും അതിന്റെ ഘടനയും കൂടാതെ അതിന്റെ ക്രമീകരണവും കോമ്പോസിഷനും കണക്കെടുക്കുന്നത്. അപ്പൊ സ്ട്രക്ചർ ആൻഡ് കോമ്പോസിഷൻ ഓഫ് ദ പോപ്പുലേഷൻ ഓഫ് ആൻ ഏരിയ ഈസ് ടേക്കൺ ഇൻ ടു കൺസിഡറേഷൻ. എന്തിനെ പരിഗണിച്ചുകൊണ്ടാണ് പറഞ്ഞത്? എന്തിനെ അവരുടെ പ്രായഘടന, അവിടെയുള്ളവരുടെ പ്രായഘടന, കൂടാതെ സ്ത്രീ പുരുഷാനുപാതം, കുന്നുകൂടി ഉണ്ട് എന്തുവാ? ഡിപ്പെൻഡന്റ് റേഷ്യോ എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്, എന്തിന്റെ കണക്കിലെടുത്തുകൊണ്ടാണ് ഒരു സ്ഥലത്തെ ജനസംഖ്യയുടെ ഘടനയും അതേപോലെ തന്നെ അതിന്റെ ക്രമീകരണവും നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തിലൂടെയാണ്? അക്കൗണ്ട് ഓഫ് ഏജ് സ്ട്രക്ചർ, പ്രായഘടന അടിസ്ഥാനപ്പെടുത്തി, മെയിൽ ഫീമെയിൽ റേഷ്യോ അടിസ്ഥാനപ്പെടുത്തി, ഡിപ്പെൻഡ് റേഷ്യോ അടിസ്ഥാനപ്പെടുത്തി. അപ്പൊ നമ്മൾ മനസ്സിലാക്കി എങ്ങനെയാണ് വാട്ട് ആർ ദ ഫാക്ടേഴ്സ് അഫക്ടിംഗ് സൈസ് ഓഫ് പോപ്പുലേഷൻ, എന്തൊക്കെയാണ്? ബർത്ത്, ഡെത്ത്, മൈഗ്രേഷൻ. പിന്നെ ഒരു പ്രദേശത്തിലെ ജനങ്ങളുടെ ഘടനയും അത് ക്രമീകരണവും ഒക്കെ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? അക്കൗണ്ട് ഓഫ് ഏജ് സ്ട്രക്ചർ, മെയിൽ ഫീമെയിൽ റേഷ്യോ, ഡിപ്പെൻഡ് റേഷ്യോ എന്നിവയിലൂടെയാണ്. എക്സ്പ്ലെയിൻ വാട്ട് വേസ് പോപ്പുലേഷൻ സ്റ്റഡീസ് ആർ കണ്ടക്ടഡ്. അപ്പൊ എങ്ങനെയാണ്, ഏതെല്ലാം രീതിയിലൂടെയാണ് നമ്മൾ പോപ്പുലേഷൻസ് പഠനം നടപ്പിലാക്കുന്നത്, അല്ലെങ്കിൽ ജനസംഖ്യാ പഠനം നടപ്പിലാക്കുന്നത് വിശദീകരിക്കുക. ആൾ പോപ്പുലേഷൻ സ്റ്റഡീസ് ആർ ക്യാരിഡ് ഔട്ട് ത്രൂ സർവേ, സെൻസസ് എക്സെട്ര. മിക്കവാറുമുള്ള എല്ലാ ജനസംഖ്യാ പഠനങ്ങളും ആൾ പോപ്പുലേഷൻ സ്റ്റഡീസ് ആർ ക്യാരിഡ് ഔട്ട് ത്രൂ സർവേ, സെൻസസ് എക്സെട്ര. സർവേയിലൂടെയും സെൻസസിലൂടെയാണ് നമ്മൾ പോപ്പുലേഷൻ സ്റ്റഡീസ് എല്ലാം നടപ്പിലാക്കുന്നത്. ആൾ പോപ്പുലേഷൻ സ്റ്റഡീസ് ആർ ക്യാരിഡ് ഔട്ട് ത്രൂ എങ്ങനെയാണ്? സർവേ, സെൻസസ് എക്സെട്ര. മോസ്റ്റ് ഓഫ് ദ കോൺസെപ്റ്റ് ഓഫ് ഡെമോഗ്രഫി ആർ എക്സ്പ്രസ് ഇൻ ടേംസ് ഓഫ് ഏത് രീതിയിലാണ്? പ്രപ്പോർഷൻസ്, അനുപാത രീതിയിലാണ്. പ്രപ്പോർഷൻസ് ആൻഡ് റേറ്റ്സ്, അനുപാതത്തിന്റെയും അതേപോലെ തന്നെ നിരക്കിന്റെയും രൂപത്തിലാണ് ജനസംഖ്യാ ശാസ്ത്രത്തിലെ മിക്കവാറുള്ള കാര്യങ്ങളും വിശദീകരിക്കുക. മോസ്റ്റ് ഓഫ് ദ കോൺസെപ്റ്റ് ഓഫ് ഡെമോഗ്രഫി ആർ എക്സ്പ്രസ്ഡ് ഇൻ ഏത് രീതിയിലാണ്? പ്രപ്പോർഷൻസ്, അനുപാതത്തിന്റെയും റേറ്റ്സിന്റെയും നിരക്കിന്റെയും രീതിയിലാണ്. ഫോർ എക്സാമ്പിൾ ബർത്ത് റേറ്റ്, ഡെത്ത് റേറ്റ്, ഫീമെയിൽ മെയിൽ റേഷ്യോ, ഡിപ്പെൻഡൻസ് റേഷ്യോ എന്നിവയാണ്. ഏതൊക്കെയാണ്? ബർത്ത് റേറ്റ്, ജനസംഖ്യാ നിരക്ക്, മരണനിരക്ക്, ജനനനിരക്ക്, മരണനിരക്ക്, പിന്നെ സ്ത്രീ പുരുഷ അനുപാതം, ഡിപ്പെൻഡൻസ് റേഷ്യോ എന്നിവയാണ് ഉദാഹരണമായിട്ട് നമ്മൾ പറയുന്നത്. അപ്പോൾ ആൾ പോപ്പുലേഷൻ സ്റ്റഡീസ് ആർ ക്യാരിഡ് ഔട്ട് ത്രൂ എങ്ങനെയാണ്? സർവേ അല്ലെങ്കിൽ സെൻസസ് എക്സെട്ര. മോസ്റ്റ് ഓഫ് ദ കോൺസെപ്റ്റ് ഇങ്ങനെ പഠിച്ചതിന് ശേഷം ആ കോൺസെപ്റ്റ് ജനങ്ങൾക്ക് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? മോസ്റ്റ് ഓഫ് ദ കോൺസെപ്റ്റ് ഡെമോഗ്രഫി ആർ എക്സ്പ്രസ് ഇൻ ടേംസ് ഓഫ് ഏത് രീതിയിലാണ്? പ്രപ്പോർഷൻസിന്റെ രൂപത്തിൽ അല്ലെങ്കിൽ റേറ്റ്സിന്റെ രൂപത്തിൽ ആണ് പ്രകടിപ്പിക്കുക. എക്സാമ്പിൾ ആയിട്ട് പറയുന്നു ബർത്ത് റേറ്റ്, ഡെത്ത് റേറ്റ്, ഫീമെയിൽ മെയിൽ റേഷ്യോ, ഡിപ്പെൻഡൻസ് റേഷ്യോ എക്സെട്ര. ഇനി നമ്മൾ മനസ്സിലാക്കുന്നത് വാട്ട് ആർ ദ ബ്രാഞ്ചസ് ഓഫ് ഡെമോഗ്രഫിയുടെ ബ്രാഞ്ചസ്, ജനസംഖ്യാ ശാസ്ത്രത്തിന്റെ പ്രധാനപ്പെട്ട ബ്രാഞ്ചസ് ഏതൊക്കെയാണെന്നുള്ളതാണ്. രണ്ടെണ്ണം സോഷ്യൽ ഡെമോഗ്രഫിയും ഫോർമൽ ഡെമോഗ്രഫിയും. ഒന്ന് സാമൂഹിക ജനസംഖ്യാ ശാസ്ത്രവും ഔപചാരിക ജനസംഖ്യാ ശാസ്ത്രവും. സാമൂഹിക ജനസംഖ്യാ ശാസ്ത്രവും ഔപചാരിക ജനസംഖ്യാ ശാസ്ത്രവും. സോഷ്യൽ ഡെമോഗ്രഫി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നു, അന്വേഷിക്കുന്നു. എന്തിനെ കുറിച്ചാണ്? ദ സ്ട്രക്ചർ ഓഫ് ദ ഡെമോഗ്രഫി അല്ലെങ്കിൽ സ്ട്രക്ചർ ഓഫ് പോപ്പുലേഷന്റെ ഘടനയെ കുറിച്ച് അല്ലെങ്കിൽ ജനസംഖ്യയുടെ ഘടനയെ കുറിച്ച്. സോഷ്യൽ ഡെമോഗ്രഫി ഇൻവെസ്റ്റിഗേറ്റ്സ്, അന്വേഷിക്കുന്നതിനെ കുറിച്ചാണ്, പോപ്പുലേഷന്റെ ഘടനയെ കുറിച്ച്. ആൻഡ് ഇറ്റ്സ് കോസസ്, അതിന്റെ കാരണങ്ങളെ കുറിച്ച്. കൂടാതെ ആൻഡ് കോൺസിക്വൻസ് ഓഫ് ചേഞ്ചസ്, അതിന്റെ ഓരോ മാറുമല്ലോ, ഇടയ്ക്കിടയ്ക്ക് ജനസംഖ്യ മാറുന്നല്ലോ, ഏറെയും കുറഞ്ഞൊക്കെ നിൽക്കുമല്ലോ. അപ്പൊ അതിന്റെ ആ മാറ്റത്തിന്റെ കാരണങ്ങളെ കുറിച്ചൊക്കെ സോഷ്യൽ ഡെമോഗ്രഫി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നു. അപ്പൊ സോഷ്യൽ ഡെമോഗ്രഫി ഇൻവെസ്റ്റിഗേറ്റ്സ് സ്ട്രക്ചർ ഓഫ് പോപ്പുലേഷൻ എന്ന് പഠിച്ചോ. അപ്പൊ സ്ട്രക്ചർ ഓഫ് പോപ്പുലേഷൻ ആൻഡ് ഇറ്റ്സ് കോസസ്, അതിന്റെ മാറ്റത്തിന്റെ കാരണങ്ങൾ, ഇടയ്ക്ക് ജനസംഖ്യ കൂടും അല്ലെങ്കിൽ കുറയും, അപ്പൊ അതിന്റെ മാറ്റത്തിന്റെ കാരണങ്ങൾ, ഇവയെ കുറിച്ചൊക്കെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നു ആര്? സോഷ്യൽ ഡെമോഗ്രഫി. സോഷ്യൽ ഡെമോഗ്രഫി ഇൻവെസ്റ്റിഗേറ്റ്സ് സ്ട്രക്ചർ ഓഫ് ഡെമോഗ്രഫി ആൻഡ് ഇറ്റ്സ് കോസസ് ആൻഡ് ഇറ്റ്സ് കോൺസിക്വൻസ് ഓഫ് ചേഞ്ചസ്. ഇറ്റ് എംഫസൈസസ് ദ സോഷ്യോ എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ പാറ്റേൺസ് ഓഫ് എ റീജൻ. ഒരു പ്രദേശത്തിലെ സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ രീതികൾക്കാണ് ഇത് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. എന്ന് വെച്ചാൽ ആ പ്രദേശത്തിലെ ഏത് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ്, ഏത് മതത്തില് അല്ലെങ്കിൽ ഏത് സാമ്പത്തിക അവസ്ഥയിൽ, അപ്പർ ക്ലാസ് ആണോ, മിഡിൽ ക്ലാസ് ആണോ, അല്ലെങ്കിൽ ഏത് രാഷ്ട്രീയ വിഭാഗത്തിൽ അല്ലെങ്കിൽ ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കുന്ന ആൾക്കാർ, ഇങ്ങനെയുള്ള രീതികൾക്കാണ് കൂടുതൽ ഈ സോഷ്യൽ ഡെമോഗ്രഫി പ്രാധാന്യം നൽകുന്നത്. It emphasizes the socio-economic and political patterns of a region
അപ്പൊ എങ്ങനെയാണ് സോഷ്യൽ ഡെമോഗ്രഫി ഇൻവെസ്റ്റിഗേറ്റ്സ് സ്ട്രക്ചർ ഓഫ് ഡെമോഗ്രഫി ആൻഡ് ഇറ്റ്സ് കോസസ്, അതിന്റെ കാരണങ്ങൾ, ആ ഘടനയ്ക്കുള്ള കാരണം, പിന്നെ ആ ഇടയ്ക്കിടയ്ക്ക് ജനസംഖ്യ കൂടുകയും കുറയുകയും ചെയ്യുമല്ലോ, അതിന്റെ മാറ്റത്തിന്റെ കാരണങ്ങൾ, ഇവയെ കുറിച്ച് പഠിക്കുന്നു. കൂടാതെ എന്തിനാ പ്രാധാന്യം നൽകുന്ന എംഫസൈസ് ദ സോഷ്യോ എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ പാറ്റേൺസ് ഓഫ് റീജിയൻ. ഇനി അടുത്ത രണ്ടാമത്തെ ഫോമൽ ഡെമോഗ്രഫി. ഫോമൽ ഡെമോഗ്രഫി മെഷേഴ്സ് ആൻഡ് അനലൈസ്, അളക്കുകയും വിശകലനം ചെയ്യുന്നു. ഔപചാരിക ജനസംഖ്യാ ശാസ്ത്രം അളക്കുകയും വിശകലനം ചെയ്യുകയും ചെയ്യുന്നു. ദ ഫാക്ടേഴ്സ് ഓഫ് പോപ്പുലേഷൻ ചേഞ്ച്, ജനസംഖ്യാ മാറ്റത്തിന്റെ ഘടകങ്ങളെ കുറിച്ച് എന്ത് ചെയ്യുന്നു, ഇത് മെഷർ ചെയ്യുകയും അനലൈസ് ചെയ്യുകയും ചെയ്യുന്നു. ഫോമൽ ഡെമോഗ്രഫി മെഷേഴ്സ് അനലൈസ് ദ ഫാക്ടേഴ്സ് ഓഫ് പോപ്പുലേഷൻ ചേഞ്ച്. അപ്പൊ പ്രധാനമായിട്ടും പോപ്പുലേഷൻ ചേഞ്ചുള്ള മാറ്റങ്ങൾ നമ്മൾ മനസ്സിലാക്കിയാണ്. ബർത്ത് റേറ്റ്, ഡെത്ത് റേറ്റ്, ഇതിനെയൊക്കെ ഫീമെയിൽ മെയിൽ റേഷ്യോ, ഇതിനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും. അപ്പൊ അതിന്റെ ഘടകങ്ങൾ, അതിലെ ഓരോ ഘടകങ്ങളെ കുറിച്ചും മെഷർ ചെയ്യുകയും അളക്കുകയും അനലൈസ് ചെയ്യുകയും വിശകലനം ചെയ്യുകയും ചെയ്യുന്നു. എന്താണ് ദ ഫാക്ടേഴ്സ് ഓഫ് പോപ്പുലേഷൻ. പോപ്പുലേഷൻ ചേഞ്ചിന്റെ ഘടകങ്ങളെ, ജനസംഖ്യ മാറ്റത്തിന്റെ ഘടകങ്ങളെ കുറിച്ച് വിശകലനം ചെയ്യുകയും അളക്കുകയും ചെയ്യുന്നു ഫോമൽ ഡെമോഗ്രഫി. ഫോമൽ ഡെമോഗ്രഫി മെഷേഴ്സ് ആൻഡ് അനലൈസ്, അല്ലെങ്കിൽ അനലൈസ് വെച്ചാലും മതി. ഫോമൽ ഡെമോഗ്രഫി അനലൈസ് ദ ഫാക്ടേഴ്സ് ഓഫ് പോപ്പുലേഷൻ ചേഞ്ച്. അതിന് എക്സാമ്പിൾ പറയുകയാണ്, സെൻസസ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ എന്തിനാണ്, ഫോമൽ ഡെമോഗ്രഫിക് സ്റ്റഡി. ഡെമോഗ്രഫിക് സ്റ്റഡിക്ക് ഫോമൽ ഔപചാരിക ജനസംഖ്യാ ശാസ്ത്രത്തിന് ഉദാഹരണമായിട്ട് പറയുന്ന ഇതാണ്, സെൻസസ് ആണ്. ഈ ഫോമൽ ഡെമോഗ്രഫി എന്ന് ഇറ്റ് കളക്ട് ആൻഡ് അനലൈസ് ഡേറ്റ ഓൺ പോപ്പുലേഷൻ സൈസ് എന്നതിനെ കുറിച്ചാണ്, ജനസംഖ്യയുടെ വലിപ്പത്തെ കുറിച്ച്, ജനസംഖ്യ വലിപ്പത്തെ കുറിച്ച് എന്ത് വിവരങ്ങൾ ശേഖരിക്കുകയും അത് വിശകലനം ചെയ്യുകയും ചെയ്യുന്നു. ഇറ്റ് കളക്ട് അനലൈസ് ആൻഡ് ഡേറ്റ ഓൺ പോപ്പുലേഷൻ സൈസ്. ഏജ് സ്ട്രക്ചർ, പ്രായഘടനയെ കുറിച്ച്. ജെൻഡർ റേഷ്യോ, സ്ത്രീകളാണ് സ്ത്രീ പുരുഷ അനുപാതത്തെ കുറിച്ച്. അത് സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് ഓഫ് എ കൺട്രി, ഒരു രാജ്യത്തിന്റെ ഒരു പ്രദേശത്തിലെ സാമൂഹിക സാമ്പത്തിക അവസ്ഥ എന്നിവയെ കുറിച്ചൊക്കെ വിവരങ്ങൾ ശേഖരിച്ച് വിശകലനം ചെയ്യുന്നു. എന്തെല്ലാം കാര്യങ്ങളെ കുറിച്ചാണ്, ഏജ് സ്ട്രക്ചർ, സൈസ്, പോപ്പുലേഷൻ സൈസ്, ജെൻഡർ റേഷ്യോ, സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് എന്നിവയെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ ശേഖരിച്ച് അതിനെക്കുറിച്ച് വിശകലനം ചെയ്യുന്നു. ആര്, ഫോമൽ ഡെമോഗ്രഫി. അപ്പൊ രണ്ടെണ്ണം ഏതൊക്കെയാണ്, സോഷ്യൽ ഡെമോഗ്രഫിയും ഫോമൽ ഡെമോഗ്രഫിയും. ഇനി അടുത്ത, വിച്ച് ഏജൻസി കണ്ടക്ട് ദ സെൻസസ് ആക്ടിവിറ്റീസ് ഇൻ ഇന്ത്യ. അപ്പൊ ഏത് ഏജൻസിയാണ് സെൻസസ് ആക്ടിവിറ്റീസിന് നേതൃത്വം കൊടുക്കുന്നത് ഇന്ത്യയില്? രജിസ്ട്രാർ ജനറൽ ആൻഡ് സെൻസസ് കമ്മീഷൻ ഓഫ് ഇന്ത്യ. ഏത് ഏജൻസിയാണ്? രജിസ്ട്രാർ ജനറൽ ആൻഡ് സെൻസസ് കമ്മീഷൻ ഓഫ് ഇന്ത്യ. അപ്പോൾ സെൻസസ് ഈസ് യൂഷ്വലി കണ്ടക്ടഡ് ഓൺസ് ഇൻ 10 years ഇൻ ഇന്ത്യ. അപ്പോൾ എപ്പോഴാണ്? 10 വർഷത്തിൽ ഒരിക്കലാണ് ഇന്ത്യയിൽ സെൻസസ് സംഘടിപ്പിക്കാറുള്ളത്. അത് ഓർത്തിരിക്കണം, വൺവേഡ് ചോദിക്കാൻ കൊള്ളാം. അപ്പോ രജിസ്ട്രാർ ജനറൽ ആൻഡ് സെൻസസ് കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണ് ഇന്ത്യയിൽ സെൻസസ് നടപ്പിലാക്കുന്നത്. 10 വർഷത്തിൽ ഒരിക്കലാണ് ഇന്ത്യയിൽ സെൻസസ് നടപ്പിലാക്കുന്നത്. ഈ സെൻസസ് യൂഷ്വലി കണ്ടക്ടഡ് ഓൺസ് ഇൻ 10 years ഇൻ ഇന്ത്യ. അപ്പൊ ഇന്ത്യയിൽ സെൻസസ് ആരംഭിക്കുന്നത് ബ്രിട്ടീഷുകാരുടെ ഭരണ കാലഘട്ടത്തിലാണ്, 1871. വെൻ വാസ് ദ ലാസ്റ്റ് സെൻസസ് കണ്ടക്ടഡ് ഇന്ത്യ? ഇന്ത്യയിലെ അവസാനത്തെ സെൻസസ് സംഘടിപ്പിച്ച് 2011. പിന്നെ സെൻസസ് സംഘടിപ്പിക്കേണ്ട കാലയളവിൽ കൊറോണ ആയിരുന്നു, അതുകൊണ്ട് സംഘടിപ്പിക്കാൻ സാധിച്ചിട്ടില്ല. ഇനി അടുത്ത ഭാഗം നമ്മൾ മനസ്സിലാക്കി, ഡിഫറെന്റ് ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് ഡെമോഗ്രഫി. ഡെമോഗ്രഫിയുടെ വ്യത്യസ്ത സൂചകങ്ങൾ ഏതെല്ലാം? മൈഗ്രേഷൻ, പലായനം അല്ലെങ്കിൽ കുടിയേറ്റം. ബർത്ത് റേറ്റ് ആൻഡ് ഡെത്ത് റേറ്റ്, ജനന മരണ നിരക്കുകൾ. അടുത്ത പോപ്പുലേഷൻ ഡെൻസിറ്റി, ജനസാന്ദ്രത എന്ന് വെച്ചാൽ ഒരു സ്ക്വയർ കിലോമീറ്റർ, ഒരു ചതുരശ്ര കിലോമീറ്ററിൽ എത്ര ആൾക്കാർ താമസിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ പിന്നെ പഠിക്കുന്നത് വിശദീകരിച്ച്. അടുത്ത ഫീമെയിൽ മെയിൽ റേഷ്യോ ആൻഡ് ചൈൽഡ് സെക്സ് റേഷ്യോ. അപ്പോൾ സ്ത്രീ പുരുഷ അനുപാതവും ശൈശവ ലിംഗ അനുപാതവും. അടുത്ത ഒന്നും കൂടിയുണ്ട്, ലൈഫ് എക്സ്പെക്ടൻസി. ലൈഫ് എക്സ്പെക്ടൻസി എന്ന് വെച്ചാൽ ആയുർദൈർഘ്യം. ഒന്നും കൂടിയുണ്ട്, ഏജ് സ്ട്രക്ചർ, പ്രായഘടന. ഡിപ്പെൻഡൻസി റേഷ്യോ എന്ന് വെച്ചാൽ ആശ്രയത്വ നിരക്ക്. അപ്പൊ എത്ര എണ്ണം ഉണ്ട്? ഒന്നാമത്തത് മൈഗ്രേഷൻ, രണ്ടാമത്തെ ബർത്ത് റേറ്റ്, ഡെത്ത് റേറ്റ്, ജനന മരണ നിരക്ക്, മൂന്നാമത്തെ പോപ്പുലേഷൻ ഡെൻസിറ്റി അഥവാ ജനസാന്ദ്രത, അടുത്ത മെയിൽ ഫീമെയിൽ റേഷ്യോ, അതിനകത്ത് തന്നെയാണ് ചൈൽഡ് സെക്സ് റേഷ്യോ വരുന്നത്, സ്ത്രീ പുരുഷ അനുപാതവും ശൈശവ ലിംഗാനുപാതവും. അടുത്ത് ലൈഫ് എക്സ്പെക്ടൻസി എന്ന് വെച്ചാൽ ആയുർദൈർഘ്യം, എത്ര കാലം വരെ ജീവിച്ചിരിക്കുന്നുള്ളത്. ഏജ് സ്ട്രക്ചർ, പ്രായഘടന, ഡിപ്പെൻഡൻസി റേഷ്യോ. ഇനി നമ്മൾ ഇൻഡിക്കേറ്റേഴ്സിനെ കുറിച്ചാണ് ബാക്കി ചാപ്റ്റർ മൊത്തം ചർച്ച ചെയ്യുന്നത്. മൈഗ്രേഷൻ എന്താണെന്ന്, ബർത്ത് റേറ്റ്, ഡെത്ത് റേറ്റ് എന്താണെന്ന്, ഇവയെ കുറിച്ചാണ് നമ്മൾ ഇനി ചർച്ച ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തെ നമ്മൾ ഇതിനെ കുറിച്ചാണ് പഠിക്കുന്ന മൈഗ്രേഷനെ കുറിച്ച്, പലായനം അഥവാ കുടിയേറ്റത്തെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. തുടക്കം തന്നെ നൽകിയിരിക്കുന്നത് വൈലോപ്പള്ളി ശ്രീധരമേനോന്റെ ഒരു കവിതയിലൂടെയാണ് തുടങ്ങുന്നത്. ജനിച്ച നാട്
ആസാമിൽ ജനിച്ച നാട് വിട്ട് അകലെ ആസാമിൽ പണിക്ക് പോകുന്ന പരീക്ഷകൾ നമ്മൾ എന്ന് തുടങ്ങുന്ന ഈ കവിതയിൽ പറയുന്നത് 1941 കാലഘട്ടത്തിൽ കേരളത്തിൽ നിന്നും ആസാമിലേക്ക് ധാരാളം ആൾക്കാര് ജോലി ചെയ്യുന്നതിന് പോകിയിരുന്നു. എന്ന് വെച്ചാൽ സെക്കൻഡ് വേൾഡ് വാർ നടക്കുന്ന 1939-45 കാലയളവിലാണ് സെക്കൻഡ് വേൾഡ് വാർ. ആ സെക്കൻഡ് വേൾഡ് വാർ നടക്കുന്ന കാലയളവിൽ കേരളത്തിൽ നിന്നുള്ള ആൾക്കാരൊക്കെ എവിടെ കുടിയേറി പാർക്കുകയുണ്ടായി? ആസാമിലേക്ക്. എന്തിനു വേണ്ടിയിട്ടാണ്? ജോലി എടുക്കുന്നതിന് വേണ്ടിയിട്ട്. പക്ഷെ ഇപ്പോ ഇന്നാണ് അവസ്ഥ. കറലി പീപ്പിൾ ആർ കമ്മിങ് ടു കേരള ഫ്രം ആസാം ടു അതർ സ്റ്റേറ്റ്സ്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ആസാമിൽ നിന്നൊക്കെയുള്ള ആൾക്കാർ കേരളത്തിലേക്ക് വരികയാണ് ഇന്നത്തെ അവസ്ഥ. മാറിക്കഴിഞ്ഞു. അപ്പോൾ കേരളത്തിലാണ് ഈ മൈഗ്രന്റ് വർക്കേഴ്സിനെ ആദ്യമായിട്ട് ഗസ്റ്റ് വർക്കേഴ്സ് എന്ന് വിശേഷിപ്പിച്ചത്. മൈഗ്രന്റ് കുടിയേറ്റ തൊഴിലാളികളെ അതിഥി തൊഴിലാളികൾ എന്ന് വിശേഷിപ്പിച്ചത് കേരളത്തിലാണ്. മൈഗ്രന്റ് വർക്കേഴ്സിനെ എങ്ങനെ വിശേഷിപ്പിച്ച്? ഗസ്റ്റ് വർക്കേഴ്സ് അഥവാ അതിഥി തൊഴിലാളികൾ. വാട്ട് മൈറ്റ് ബി ദ റീസൺ ഫോർ ദെയർ മൈഗ്രേഷൻ ഇൻ സെർച്ച് ഓഫ് എംപ്ലോയ്മെന്റ്? അപ്പോ ജനങ്ങൾ എന്ത് കാരണം കൊണ്ടാണ് തൊഴിലിന് വേണ്ടിയിട്ട് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കുടിയേറി പാർക്കുന്നത്? വാട്ട് മൈറ്റ് ബി ദ റീസൺ ഫോർ ദ മൈഗ്രേഷൻ ഇൻ സെർച്ച് ഓഫ് എംപ്ലോയ്മെന്റ്? എന്തൊക്കെയാണ്? ബെറ്റർ ഇൻകം, ഉയർന്ന ശമ്പളം; ഹൈ സോഷ്യൽ സ്റ്റാറ്റസ്, ഉയർന്ന സാമൂഹ്യ പദവി; ബെറ്റർ ജോബ് ഓപ്പർച്യൂണിറ്റീസ്, ഉയർന്ന തൊഴിൽ സാധ്യതകൾ, നല്ല നല്ല തൊഴിൽ സാധ്യതകൾ; സെക്യൂരിറ്റി, സുരക്ഷിതത്വം. ഇതൊക്കെ ആഗ്രഹിച്ചുകൊണ്ടാണ് അവർ മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്കും അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളിലേക്കൊക്കെ കുടിയേറി പാർക്കുന്നത്, അവിടെ ജോലി ചെയ്യുന്നത്. ബെറ്റർ ഇൻകം, ഹൈ സോഷ്യൽ സ്റ്റാറ്റസ്, ബെറ്റർ ജോബ് ഓപ്പർച്യൂണിറ്റീസ്, സെക്യൂരിറ്റി. ഇനി എന്താണ് മൈഗ്രേഷൻ അഥവാ പലായനം അഥവാ കുടിയേറ്റം എന്താണെന്ന് മനസ്സിലാക്കണം. വാട്ട് ഈസ് മൈഗ്രേഷൻ? വാട്ട് ആർ ദ ടു ടൈപ്സ് ഓഫ് മൈഗ്രേഷൻ? മൈഗ്രേഷൻ ഇസ് ദ പെർമനന്റ് ഓർ ടെമ്പററി സെറ്റിൽമെന്റ്. പെർമനന്റ് ഓർ അല്ലെങ്കിൽ എന്തുവാ? ടെമ്പററി സെറ്റിൽമെന്റ് ആണ്. സ്ഥിരമായിട്ടോ അല്ലെങ്കിൽ താൽക്കാലികമായിട്ടോ താമസം ഉറപ്പിക്കുകയാണ്. മൈഗ്രേഷൻ പെർമനന്റ് ഓർ ടെമ്പററി സെറ്റിൽമെന്റ് ഓഫ് പീപ്പിൾ ഫ്രം വൺ റീജിയൻ ടു അനദർ. ഒരു പ്രദേശത്തു നിന്നും മറ്റൊരു പ്രദേശത്തിലേക്ക് ജനങ്ങൾ സ്ഥിരമായിട്ടോ താൽക്കാലികമായിട്ടോ മാറി താമസിക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് മൈഗ്രേഷൻ എന്ന് പറയുന്നത്. മൈഗ്രേഷൻ ഇസ് ദ പെർമനന്റ് ഓർ ടെമ്പററി സെറ്റിൽമെന്റ് ഓഫ് പീപ്പിൾ ഫ്രം വൺ റീജിയൻ ടു അനദർ. ഒരു പ്രദേശത്തു നിന്നും മറ്റൊരു പ്രദേശത്തിലേക്ക് ജനങ്ങൾ മാറി താമസിക്കുന്നത് എങ്ങനെയായിരിക്കും? ഒന്നി സ്ഥിരമായിട്ടോ അല്ലെങ്കിൽ താൽക്കാലികമോ മാറി താമസിക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് മൈഗ്രേഷൻ. മൈഗ്രേഷൻ ഇസ് ദ പെർമനന്റ് ഓർ ടെമ്പററി സെറ്റിൽമെന്റ് ഓഫ് പീപ്പിൾ ഫ്രം വൺ റീജിയൻ ടു അനദർ. There are mainly two types of migration. രണ്ട് രീതിയിലുള്ള മൈഗ്രേഷൻ ഉണ്ട്. ഒന്ന് ഇന്റേണലും മറ്റൊന്ന് ഇന്റർനാഷണലും. ഒന്ന് ആഭ്യന്തര കുടിയേറ്റം അല്ലെങ്കിൽ ആഭ്യന്തര പലായനം, ഒന്ന് അന്താരാഷ്ട്ര അല്ലെങ്കിൽ അന്തർദേശീയ മൈഗ്രേഷൻ എന്ന് പറയും. അപ്പൊ ഇത് നമ്മൾ വ്യത്യാസം മനസ്സിലാക്കണം. മൈഗ്രേഷൻ വിത്തിൻ കൺട്രീസ് ബോർഡർ. അപ്പൊ രാജ്യത്തിന്റെ അതിർത്തിക്കുള്ളിൽ കുടിയേറി പാർക്കുക അല്ലെങ്കിൽ പലായനത്തിലേക്ക് പങ്കെടുക്കുക, അതിനെ വിളിക്കുന്ന പേരാണെന്ത്? ഇന്റേണൽ മൈഗ്രേഷൻ. വിത്തിൻ എ കൺട്രീസ് ബോർഡർ. അത്രയും കിട്ടിയത് ആൻസർ. എങ്ങനെയാണ്? വിത്തിൻ എ കൺട്രീസ് ബോർഡർ. രാജ്യത്തിന്റെ അതിർത്തിക്കുള്ളിലുള്ള പലായനത്തെ അല്ലെങ്കിൽ കുടിയേറി പാർക്കലിനെ വിളിക്കുന്ന പേരാണെന്ത്? ഇന്റേണൽ മൈഗ്രേഷൻ. മൈഗ്രേഷൻ വിത്തിൻ എ കൺട്രീസ് ബോർഡർ ഈസ് കാൾഡ് ഇന്റേണൽ മൈഗ്രേഷൻ. എക്സാമ്പിൾ പറയുകയാണ്, പീപ്പിൾ ഓഫ് കേരള ഗോയിങ് ടു അതർ സ്റ്റേറ്റ്സ്. കേരളത്തിലെ ജനങ്ങൾ മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്ക് പോകുന്ന ഉദാഹരണം. മറ്റൊരു എക്സാമ്പിൾ പറയുന്നു, പീപ്പിൾ ഫ്രം അതർ സ്റ്റേറ്റ്സ് കമ്മിങ് ടു കേരള. മറ്റ് സംസ്ഥാനങ്ങളിലെ ആൾക്കാർ നമ്മുടെ സംസ്ഥാനത്തിലേക്ക് വരുന്നത്. എക്സാമ്പിൾ ഓഫ് എന്തിന്റെയാണ്? ഇന്റേണൽ മൈഗ്രേഷൻ. അപ്പൊ എന്താണ് ഇന്റേണൽ മൈഗ്രേഷൻ? അതോ ആഭ്യന്തര കുടിയേറ്റം എന്താണത്? വിത്തിൻ എ കൺട്രീസ് ബോർഡർ. അത്രയും കിട്ടിയത്. വിത്തിൻ എ കൺട്രീസ് ബോർഡർ ഈസ് കാൾഡ് എന്തുവായിരിക്കും? ഇന്റേണൽ മൈഗ്രേഷൻ അഥവാ ആഭ്യന്തര കുടിയേറ്റം. രാജ്യത്തിന്റെ അതിർത്തിക്കുള്ളിൽ മാത്രം സഞ്ചരിച്ച് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് പോകുന്നതിനെ വിളിക്കുന്ന പേരെന്തുവാ? ഇന്റേണൽ മൈഗ്രേഷൻ. പീപ്പിൾ ഓഫ് കേരള ഗോയിങ് ടു, ഉദാഹരണം പറയാം, പീപ്പിൾ ഓഫ് കേരള ഗോയിങ് ടു അതർ സ്റ്റേറ്റ്. മറ്റ് സംസ്ഥാനങ്ങളിലെ കുടിയേറി പാർക്കുന്ന ഫോർ എംപ്ലോയ്മെന്റ്. അതുപോലെ തന്നെ പീപ്പിൾ ഫ്രം അതർ സ്റ്റേറ്റ്സ് കമ്മിങ് ടു കേരള. മറ്റ് സംസ്ഥാനങ്ങളിലെ ആൾക്കാർ കേരളത്തിലേക്ക് വരുന്നു. ഇതിന് ഉദാഹരണമായിട്ട് പറയുന്നു. അടുത്ത ഇന്റർനാഷണൽ മൈഗ്രേഷൻ. മൈഗ്രേഷൻ അക്രോസ് കൺട്രീസ് ബോർഡർ. മൈഗ്രേഷൻ അക്രോസ് കൺട്രീസ് ബോർഡർ. രാജ്യത്തിന്റെ അതിർത്തിക്ക് പുറത്തേക്ക് പോവുകയാണ്. രാജ്യത്തിന്റെ അതിർത്തികൾ കടന്ന് പുറത്തേക്ക് പോവുകയാണ്. മൈഗ്രേഷൻ അക്രോസ് കൺട്രീസ് ബോർഡർ. അപ്പൊ രാജ്യത്തിന്റെ അതിർത്തികൾ കടന്ന് മറ്റുള്ള പ്രദേശത്തെ കുടിയേറി പാർക്കുന്നതിന് നമ്മൾ വിളിക്കുന്ന പേരെന്തുവാ? ഇന്റർനാഷണൽ മൈഗ്രേഷൻ. രാജ്യാതിർത്തികൾ കടന്നുള്ള കുടിയേറ്റത്തെ നമ്മൾ വിളിക്കുന്ന പേരെന്തുവാ? ഇന്റർനാഷണൽ മൈഗ്രേഷൻ. മൈഗ്രേഷൻ അക്രോസ് കൺട്രീസ് ബോർഡർ. അത്രയും അക്രോസ് കൺട്രീസ് ബോർഡർ. മൈഗ്രേഷൻ അക്രോസ് കൺട്രീസ് ബോർഡർ ഈസ് ജനറലി കാൾഡ് ഇന്റർനാഷണൽ മൈഗ്രേഷൻ. എക്സാമ്പിൾ എന്തുവാ? മൂവ്മെന്റ് ഓഫ് പീപ്പിൾ ഫ്രം ഇന്ത്യ ടു ഗൾഫ്. എവിടേക്ക് പോകുന്നത്? ഇന്ത്യയിൽ നിന്നും ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോകുന്നത്. ആൻഡ് യൂറോപ്യൻ കൺട്രീസ്. യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും ഗൾഫ് രാജ്യങ്ങളിലേക്കും ഇന്ത്യയിൽ നിന്നുള്ള ആൾക്കാർ സഞ്ചരിക്കുന്നത്. അത് ഇതിന് ഉദാഹരണമാണ്. മൈഗ്രേഷൻ അക്രോസ് കൺട്രീസ് ബോർഡർ ഈസ് ജനറലി കാൾഡ് ഇന്റർനാഷണൽ മൈഗ്രേഷൻ. എക്സാമ്പിൾ എന്തോ? മൂവ്മെന്റ് ഓഫ് പീപ്പിൾ ഫ്രം ഇന്ത്യ ടു ഗൾഫ് കൺട്രീസ് ആൻഡ് യൂറോപ്യൻ കൺട്രീസ്.
ഇനി നമ്മൾ ഇന്റേണൽ മൈഗ്രേഷനും ഇന്റർനാഷണൽ മൈഗ്രേഷനും നമ്മൾ വ്യത്യാസം മനസ്സിലാക്കുക. അതായത് ആഭ്യന്തര കുടിയേറ്റത്തിന്റെയും അന്തർദേശീയ കുടിയേറ്റത്തിന്റെയും കൃത്യമായി മനസ്സിലാക്കുന്നതിന് വേണ്ടി കുറച്ച് എക്സാമ്പിളോട് കൊടുത്തിട്ടുണ്ട്. ഇന്റേണൽ മൈഗ്രേഷനും ഇന്റർനാഷണൽ മൈഗ്രേഷനും. മലയാളീസ് വർക്കിംഗ് ഇൻ ഫോറിൻ കൺട്രീസ്, മലയാളികൾ വിദേശ രാജ്യത്ത് ജോലി ചെയ്യുകയാണെങ്കിൽ അത് ഏത് വരും? ഇന്റേണൽ വരുമോ ഇന്റർനാഷണൽ വരുമോ? ഇന്റർനാഷണൽ, അന്തർദേശീയ കുടിയേറ്റത്തിന് ഉദാഹരണമാണ്. അടുത്ത നോർത്ത് ഇന്ത്യൻ വർക്കേഴ്സ് വർക്കിംഗ് ഇൻ ദ കൺസ്ട്രക്ഷൻ സെക്ടർ ഇൻ കേരള. അപ്പൊ ഉത്തരേന്ത്യൻ തൊഴിലാളികൾ നിർമ്മാണ മേഖലയിൽ കേരളത്തിൽ നിർമ്മാണ ജോലിയിൽ ഏർപ്പെട്ട് കേരളത്തിലേക്ക് വരുന്നു. അപ്പൊ അതിന് ഉദാഹരണം പറയും. അത് ഇന്റേണൽ ആണോ ഇന്റർനാഷണൽ ആണോ? ഇന്റേണൽ ആണ്. അടുത്ത സ്റ്റുഡന്റ് ഗോയിങ് എബ്രോഡ് ഫോർ ഹയർ സ്റ്റഡീസ്, കുട്ടികൾ ഉയർന്ന വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നു. അപ്പൊ അതേത് വരും? ഇന്റേണൽ ആണോ ഇന്റർനാഷണൽ ആണോ? ഇന്റർനാഷണൽ മൈഗ്രേഷൻ.